തിരിച്ചു വന്നു. എന്നിട്ട് തന്റെ അമ്മായിയോട് പിണക്കമായിരുന്നു. അമ്മായി, ഞാൻ നിങ്ങളോട് പിണക്കമായിരുന്നു, എനിക്ക് തെറ്റുപറ്റി, എനിക്ക് മാപ്പ് നൽകണം, സലാം പറഞ്ഞു. അപ്പോഴാണ് അമ്മായി ചോദിച്ചത്, അല്ല നിനക്ക് എന്തു പറ്റി? ഇന്നലെ വരെ ഒരു ബന്ധമുണ്ടായിട്ടില്ല, കണ്ടിട്ടും സംസാരിക്കാതെ നീ ഇന്നെന്റെ വീട്ടിലേക്ക് വന്ന് സംസാരിക്കാനുള്ള കാരണമെന്ത്? അപ്പോഴാണ് പറഞ്ഞത്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇങ്ങനെ സദസ്സിൽ പറയുന്നത് ഞാൻ കേട്ടു, അതുകൊണ്ട് അബൂ ഹുറൈറയോട് ചോദിക്ക് അതെന്തേ അങ്ങനെ പറഞ്ഞതെന്ന്. അപ്പോഴാണ് അബൂ ഹുറൈറ പറഞ്ഞു കൊടുക്കുന്നത്, പിണങ്ങി നിൽക്കുന്ന ഒരാൾ സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിന്റെ ദുആഇന് ഉത്തരമില്ല, ആ സദസ്സിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരമില്ല. എത്ര സദസ്സുകളിലാണ് വലിയ വലിയ മഹാന്മാരായ സയ്യിദന്മാരെ, ആലിമീങ്ങളെ, ഔലിയാക്കളെ കൊണ്ടുവന്നിട്ട് ലക്ഷങ്ങളും പതിനായിരങ്ങളും നൽകി നമ്മൾ ദുആ ചെയ്യിപ്പിക്കുന്നത്. എന്തേ ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കപ്പെടാത്തത്? എന്തേ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാത്തത്? ഇത് തന്നെയാണ് കാരണം. ഈ 10,000 ഒരുമിച്ച് കൂടിയ സദസ്സിൽ ഒരാളെങ്കിലും പിണങ്ങിയവരുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ പിണങ്ങിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകിൽ നന്നാവാൻ തീരുമാനിക്കുക, ഇനി ഞാൻ പിണങ്ങൂല, ഇനി പിണക്കങ്ങൾക്ക് ഞാനില്ല, ഇനി ആരോടും പിണങ്ങി നിൽക്കുന്ന സ്വഭാവത്തിന് ഞാനില്ല എന്ന് തന്നെ പോയി സംസാരിക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം ആരാണോ ആദ്യമായി സംസാരിക്കുന്നത് അവനാണ് സ്വർഗമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനി നിങ്ങൾക്ക് നന്നാവാനും സംസാരിക്കാനും നിങ്ങൾക്ക് മനസ്സില്ലേ? നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ, ദയവ് ചെയ്ത് വഅദ് കഴിഞ്ഞിട്ട് ദുആ ചെയ്യുന്ന സമയത്ത് എല്ലാവരും സദസ്സിലിരിക്കുമ്പോൾ അല്പമൊന്ന് മാറി നിന്നിട്ട് ആമീൻ പറഞ്ഞാൽ മതി. എന്നിട്ട് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് ചെറുപ്പക്കാരൻ വന്നപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കുടുംബബന്ധം മുറിച്ചു നിൽക്കുന്ന ഒരാൾ ഒരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിലേക്ക് മലക്കുകൾ ഇറങ്ങൂല എന്ന് മാത്രമല്ല, ആ സദസ്സിലെ ദുആ അല്ലാഹു സ്വീകരിക്കൂല എന്നാണ്. അവസാനമായ ഒരു ഹദീസും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങൾ പറഞ്ഞു, മദീനയിലേക്ക് ആദ്യം കാലുകുത്തിയ ഉടനെ അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വഅലുണ്ട്. അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. സ്വർഗത്തിലേക്ക് എളുപ്പത്തിലെത്താൻ, സ്വർഗത്തിലേക്ക് പ്രയാസങ്ങളില്ലാതെത്താൻ, സ്വർഗത്തിലേക്കുള്ള ഷോർട്ട് കട്ടായി നബി തങ്ങൾ പറഞ്ഞത് അഫ്ഷുസ്സലാം, നിങ്ങൾ സലാം പറയണം, അസ്സലാമു അലൈക്കും എന്ന് പറയണം. കണ്ടവനോട്, അറിയാത്തവനോട്, അറിഞ്ഞവനോട്, മുസ്ലിമാണോ എങ്കിൽ അവരോട് സലാം പറയണം. പക്ഷേ ആണും പെണ്ണും സലാം പറയരുത്. കുടുംബബന്ധം എന്ന വിഷയം പറയുമ്പോ ചില വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാനുണ്ട്, സമയമില്ലാത്തത് കൊണ്ട്. ബ്രദറും കസിൻ സിസ്റ്റേഴ്സും അപകടമാണ്. മൂത്താപ്പന്റെ മകൾക്ക് അളാപ്പയുടെ മകൻ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നതോ കാണുന്നതോ സംസാരിക്കുന്നതോ ബൈക്കിൽ ഇരിക്കുന്നതോ കാറിൽ കൂടെ പോകുന്നതോ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നതോ ഹറാമാണ്, ഹറാമാണ്, ഹറാമാണ്. യാതൊരു സംശയമില്ല, പച്ച ഹറാമാണത്. മൂത്താപ്പയുടെ മകൾ അളാപ്പയുടെ മകനുമായി ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നത്, കൂടെ ഷോൾഡറിൽ കൈവച്ച് സെൽഫി എടുക്കുന്നത്, കല്യാണ ദിവസങ്ങളിൽ ഒരുപോലെ കുപ്പായം, ഒരുപോലെ ചുരിദാർ, ഒരുപോലത്തെ സാരി, ഒരു ഭാരത്തെ കോട്ടുകൾ എല്ലാം ധരിച്ചുകൊണ്ട് സെൽഫി സ്റ്റിക്കുകൾ എടുത്ത് ഷോൾഡറുകൾ തമ്മിൽ കൂടി ചേർന്നുകൊണ്ട് ആരൊക്കെ കസിൻ ബ്രദേഴ്സ്, കസിൻ സിസ്റ്റേഴ്സ്, ഇവർ തമ്മിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത് പച്ച ഹറാമാണ്. ഒരു കാഷ്ടത്തില് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പന്നി, ആ പന്നിയെ കെട്ടിപ്പിടിക്കുന്നതാണ് നിനക്ക് അനുവദനീയമല്ലാത്ത പെണ്ണിന്റെ ഷോൾഡറുമായി തൊട്ടിമുട്ടുന്നത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതൊരു പക്ഷേ നിന്റെ മൂത്താപ്പയുടെ മകളായിരിക്കാം, ഒരു പക്ഷേ നിന്റെ അളാപ്പയുടെ മകനായിരിക്കാം. ആരൊക്കെയാണോ നിനക്ക് കല്യാണം കഴിക്കാൻ അനുവദനീയമായത് അവരോട് സംസാരിക്കാൻ പാടില്ല, അവരോട് സലാം പറയാൻ പാടില്ല, അവരുടെ ശരീരം ടച്ച് ചെയ്യാൻ പാടില്ല, അവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല, അവരെ ബൈക്കിലിരുത്തി കൊണ്ടുപോവാൻ പാടില്ല. നിനക്ക് കല്യാണം കഴിക്കാൻ ഇസ്ലാം അനുവാദം തന്ന ഒരാളുമായിട്ട് എങ്ങനെയാണോ അന്യ സ്ത്രീകളോട് പെരുമാറേണ്ടത് അതേപോലെയാണ് അവരോടും പെരുമാറേണ്ടത്. എന്നാൽ കല്യാണം കഴിക്കാൻ അനുവദനീയമല്ലാത്ത ആളുകളുണ്ട്. അത് നിന്റെ ഉമ്മയുടെ അനുജത്തിയാണ്, നിന്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തി, അത് നിനക്ക് കല്യാണം കഴിക്കൽ ഹറാമാണ്, പറ്റൂല, കല്യാണം കഴിക്കൽ ഹറാമാണ്. അവരോട് നിനക്ക് സംസാരിക്കാം, അവരെ കാണാം, ഒരു കുഴപ്പമില്ല. നിന്റെ പെങ്ങന്മാരെ നിനക്ക് കല്യാണം കഴിക്കൽ ഹറാമാണ്, അവർക്ക് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ കുഴപ്പമില്ല. നിന്റെ പെങ്ങളുടെ മക്കളെ നിനക്ക് കാണാം, ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ കുഴപ്പമില്ല. നിനക്ക് കല്യാണം കഴിക്കൽ അനുവദനീയമായ ആരൊക്കെയാണോ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കാണാൻ പാടില്ല, ഹറാമാണ്. ഒരു അന്യ പെണ്ണിനോട് സംസാരിക്കുന്ന അതേ തെറ്റാണ് അവൻ അല്ലാഹു എഴുതി വെക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സലാം പറയണേ, എല്ലാവരും സലാം പറയണേ. അവലാ അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബതും, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ, ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ. നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ, ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ സ്നേഹം വർദ്ധിക്കാൻ പല ഭാര്യമാരും പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല. അതെന്താ പറയുന്നത്? അപ്പുറത്തുള്ള
ഭാര്യ ഭർത്താക്കന്മാരുടെ കളികളും ചിരികളും കാണുമ്പോൾ ഈ ഭാര്യയ്ക്ക് തോന്നാണ് എൻ്റെ ഭർത്താവ് എന്നെ മെയിൻ ചെയ്യുന്നില്ല. എന്നാൽ പെണ്ണെ, നീ മനസ്സിലാക്കണം, നിന്റെ അപ്പുറത്തൊരു പെണ്ണുണ്ടല്ലോ. നീ നിന്റെ ഭർത്താവിന് ചൂണ്ടിക്കാണിച്ച ഭാര്യയും ഭർത്താവുണ്ടല്ലോ. അവിടുത്തെ പെണ്ണ് നിന്നെയാണ് കാണിച്ചു കൊടുക്കുന്നത്. ആ ഭർത്താവ് നോക്കി എന്തോ ഒരു സന്തോഷാണ്, എന്തോ ഒരു ചിരി, എന്തോ ഒരു ബന്ധം. നിങ്ങൾക്ക് എന്താ എന്നോട് ബന്ധമില്ലാത്ത? ആ പെണ്ണ് എങ്ങനെയാ പറയുന്നത്? ഈ പെണ്ണ് അങ്ങോട്ടും ഈ പെണ്ണ് ഇങ്ങോട്ടും. അക്കരെ പച്ച, ഇക്കരെ നിന്നാൽ അക്കരെ പച്ച, അക്കരെ നിന്നാൽ ഇക്കരെ പച്ച എന്ന രീതിയിൽ മറ്റുള്ളവരെ കാണുമ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, സ്നേഹമില്ല എന്നൊക്കെ പറയുന്ന പെണ്ണുങ്ങളോട് ഞാൻ പറയട്ടെ, അഫ്ശുസ്സലാം അവലാ അദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബതും. നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ, ഒരു കാര്യം പഠിപ്പിച്ചു തരട്ടെ. സ്നേഹം വർദ്ധിക്കാനുള്ള കാര്യം, സ്നേഹം കൂടാൻ. ഇനി കണ്ട സ്കൂളിലത്തെ പെണ്ണുങ്ങളോടൊക്കെ പെൺകുട്ടികളോടൊക്കെ സ്നേഹം കൂടാൻ ഇത് ഉപയോഗിക്കേണ്ട. അതാ ഞാൻ ആദ്യം പറഞ്ഞത് ഹറാമാണ്. സ്നേഹം കൂടാൻ അതിനെന്നെ ആയിരുന്നു ഉസ്താദെ, ആ ഒരു ഐഡിയ ആയിരുന്നു ഇത്ര കാലം കാത്തിരുന്നത്. എൻ്റെ പെണ്ണെന്നെ സ്നേഹിക്കുന്നില്ല, പഴയതുപോലെ സ്നേഹമില്ല എന്നാ പിന്നെ നിങ്ങൾ പറഞ്ഞെന്നാളി എന്നാ പറഞ്ഞതാണ്. ഹറാമാണ്. നേരത്തെ പറഞ്ഞ വിഷയം ശ്രദ്ധിക്കുക, ഇത് കുടുംബക്കാരോട് പറയുന്ന വിഷയമാണ്. അവലാ അദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബതും. നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അഫ്ശുസ്സലാം, സലാം പറയണം. ഭാര്യ ഭർത്താവിനോട് സലാം പറയണം, ഭർത്താവ് ഭാര്യയോട് സലാം പറയണം. ഏതുവരെ ഭർത്താവിനോട് സലാം പറഞ്ഞിട്ടാണ് അടുക്കളയിൽ പോവേണ്ടത്. അടുക്കളയിൽ നിന്ന് തിരിച്ച് മുറിയിലേക്ക് വരുമ്പോൾ ഭർത്താവ് മുറിയിലുണ്ടെങ്കിൽ സലാം പറഞ്ഞിട്ടാണ് മുറിയിലേക്ക് കയറേണ്ടത്. ഇത് പഠിപ്പിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹ്. ആകെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ അസ്സലാമു അലൈക്കും, ഒരു ഫോൺ ചെയ്യുമ്പോൾ അസ്സലാമു അലൈക്കും. അതല്ല, എപ്പോഴും ഏതുവരെ രണ്ട് ഭാര്യയും ഭർത്താവും ഇങ്ങനെ കൈയും പിടിച്ച് കൈകൾ കോർത്തുകൊണ്ട് നടക്കുമ്പോഴാണ് ഒരു മരം മധ്യത്തിൽ ഇങ്ങനെ വന്നത്. രണ്ടുപേരിങ്ങനെ നടക്കുമ്പോഴാണ് ആ ഒരു തൂണ് മറയായത്. രണ്ടുപേരും കൈവിട്ടു. എന്നിട്ട് തൂണ് കഴിഞ്ഞ ഉടനെ വീണ്ടും കൈപിടിച്ച് അസ്സലാമു അലൈക്കും എന്ന് പറയണം. അസ്സലാമു അലൈക്കും എന്ന് പറയണം. ഒരു തൂണാണ് മറയായത്, ഇനി ഒരു കല്ലാണ് മറയായത്, ഒരു മരമാണ് മറയായതെങ്കിലും വീണ്ടും കണ്ടുമുട്ടുമ്പോൾ വീണ്ടും സലാം പറയണമെന്ന് പറഞ്ഞപ്പോ അടുക്കളയിൽ നിന്ന് മുറിയിലേക്ക് വന്ന അസ്സലാമു അലൈക്കും. ഭാര്യ അടുക്കളയിലാണ്, വെള്ളം വാങ്ങാൻ വേണ്ടി ഭർത്താവ് അടുക്കളയിലേക്ക് പോയി. അവിടെയുണ്ട് ഭാര്യ, ചായ ഉണ്ടാകുന്നുണ്ട്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് സ്നേഹം നിങ്ങൾ പരസ്പരം സലാം പറഞ്ഞാൽ നിങ്ങൾക്കിടയിൽ സ്നേഹം ഉണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ സ്വർഗത്തിലേക്കുള്ള ഷോർട്ട് കട്ട് ഒന്നാമത്തെ സലാം പറയലാണ്. രണ്ടാമത്തേത് ഭക്ഷണം നൽകലാണ്, നല്ല ഭക്ഷണം നൽകലാണ്. ഇന്ന് വളരെ മനോഹരമായ ഭക്ഷണം ഒരുക്കിയ സഹോദരങ്ങൾ, അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പത്തിലാകട്ടെ. നല്ല സ്വാദിഷ്ടമായ ഭക്ഷണമാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു സ്വർഗീയ ഭക്ഷണം നൽകട്ടെ, സ്വർഗീയ ആദരവ് നൽകട്ടെ, സ്വർഗീയ വസ്ത്രങ്ങൾ നൽകട്ടെ. അള്ളാഹുവേ, സ്വർഗത്തിലേക്കുള്ള വഴി ആ കുടുംബത്തിന് എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. സ്വർഗത്തിലേക്കുള്ള രണ്ടാമത്തെ ഷോർട്ട് കട്ട് ഭക്ഷണം നൽകലാണ്. സ്വർഗത്തിലേക്കുള്ള മൂന്നാമത്തെ ഷോർട്ട് കട്ട് വസിലുൽ അർഹാം, കുടുംബബന്ധം പുലർത്തണേ, കുടുംബബന്ധം പുലർത്തണേ. കുടുംബക്കാരോട് നല്ല ബന്ധം വെക്കണേ. ഇടയ്ക്കിടെ ഫോൺ വിളിക്കണേ. അംബാനിയുടെ നെറ്റ് ഉപയോഗിച്ച്, അംബാനിയുടെ ഇന്റർനെറ്റ് ഉപയോഗിച്ച് ഏതൊക്കെ സൈറ്റുകളിൽ പോകുമ്പോ ഒന്നെന്റെ കുടുംബക്കാരന്റെ വീട്ടിലേക്കൊന്ന് ഫോൺ ചെയ്യ്. സലാമു അലൈക്കും. ഉമ്മാമയോട്, വല്യമ്മയോട്, മൂത്താപ്പയോട്, മൂത്താമയോട്, അളാപ്പയോട്, ആങ്ങളമാരോട്, പെങ്ങളമാരോടൊക്കെ ഒന്ന് സലാം പറഞ്ഞ് സംസാരിക്കേ. അതൊക്കെ സ്വർഗത്തിലേക്കുള്ള എളുപ്പ വഴിയാണ്. അള്ളാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. നാലാമതായി പറഞ്ഞത് സല്ലൂ ബില്ലൈലി വന്നാസു നിയാം. ആളുകളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോ രാത്രി എല്ലാവരും മൂടിപ്പുതച്ചുറങ്ങുകയാണ്. ജനുവരിയുടെയും ഡിസംബറിന്റെയും മരം കോച്ചുന്ന തണുപ്പിൽ ഇങ്ങനെ വിറങ്ങലിച്ചു നിൽക്കുമ്പോ അപ്പോഴാണ് ബാങ്ക് വിളിക്കാൻ ഒരു 15 മിനിറ്റ് മുമ്പുള്ള അലാമിന്റെ സൗണ്ട് കേൾക്കുന്നത്, അലാമിന്റെ ശബ്ദം കേൾക്കുന്നത്. അല്ലാഹുവേ, തഹജ്ജുദ് നിസ്കരിക്കാനുള്ള സമയമായല്ലോ. വീട്ടുകാരൊക്കെ ഉറങ്ങാൻ, ജ്യേഷ്ഠന്മാർ ഉറങ്ങാൻ, മക്കൾ ഉറങ്ങാൻ. ആ സമയത്തൊന്ന് ബാത്റൂമിൽ ചെന്നിട്ട് വുളൂ ചെയ്യുക. എന്നിട്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ നിങ്ങൾ തയ്യാറായാൽ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മൾക്ക് സ്വർഗീയ ലോകത്തേക്കുള്ള വഴി എളുപ്പമാക്കി നരകത്തിൽ ഒരു സെക്കൻഡ് പോലും കിടക്കാതെ വളരെ സന്തോഷത്തോടെ റാഹത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിച്ച്